സോഫ്റ്റ്വെയറിൽ ടെക്സ്റ്റ് രേഖപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. മെനു ബാറിൽ മൗസ് സൂചിപ്പിച്ചിരിക്കുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. പേര് രേഖപ്പെടുത്തേണ്ട സ്ഥലത്ത് മൗസ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പ്രത്യക്ഷപ്പെടുന്ന ജാലകത്തിൽ പേര് ടൈപ്പ് ചെയ്യുക. ഒന്നാമത്തെ സർക്യൂട്ട് ഹാഫ് വേവ് റെക്ടിഫിക്കേഷന് ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ ഹാഫ് വേവ് എന്ന് അതിന് പേര് നൽകി. ഇപ്രകാരം പേര് നൽകിയ ശേഷം ടെക്സ്റ്റിനെ ഉചിതമായ സ്ഥാനത്തേക്ക് മൗസ് ഉപയോഗിച്ച് പൊസിഷൻ ചെയ്യാവുന്നതാണ്. ഓസിലോസ്കോപ്പ് ഉപയോഗിച്ച് സർക്യൂട്ടുകളുടെ ഗ്രാഫ് പരിശോധിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒന്നാമത്തെ സർക്യൂട്ടിലേക്ക് കമ്പോണന്റ് ലിസ്റ്റിൽ നിന്ന് വോൾട്ടേജ് പ്രോബ് കണക്ട് ചെയ്യുന്നു. തുടർന്ന് ചുവടെ ഓസിലോസ്കോപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രാഫ് ദൃശ്യമാകുന്നുണ്ട്. ഗ്രാഫിൽ കാണാം ഒരു ഭാഗം കട്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ സർക്യൂട്ടിലേക്ക് വോൾട്ടേജ് പ്രോബ് കണക്ട് ചെയ്യുന്നു. ഓറിയന്റേഷൻ ടൂൾ ഉപയോഗിച്ച് അതിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത ശേഷം സർക്യൂട്ടുമായി അതിനെ ബന്ധിപ്പിച്ചു. ഇപ്പോൾ രണ്ടാമത്തെ ഗ്രാഫ് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ഫുൾ വേവ് റെക്ടിഫിക്കേഷന് ഉദാഹരണമാണ്. അത് തുടർച്ചയായിട്ടുള്ള ഒറ്റ ദിശയിലുള്ള കറണ്ടാണ് അവിടെ നിന്ന് പ്രവഹിക്കപ്പെടുക. എന്നാൽ ആദ്യത്തെ ഗ്രാഫിലാണെങ്കിൽ ഇടവിട്ടുള്ളതാണ്. ഇടവിട്ടുള്ള കറണ്ടുകളാണ് അവിടെ ഉണ്ടാവുക.